നമസ്കാരം. ഖാലിസ്ഥാൻ ഭീകരവാദി ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ അവരുടെ പാർലമെന്റിൽ വെച്ച് ഇന്ത്യക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ വർഷം മുതൽ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വല്ലാതെ കണ്ട് ഉലഞ്ഞത്. അത് ഇപ്പോഴും പഴയ ഒരു സൗഹൃദത്തിലേക്ക് ഇന്ത്യയും കാനഡയും എത്തിയിട്ടുമില്ല. ഇരു രാജ്യങ്ങളും നയതന്ത്രജ്ഞരെ പിൻവലിക്കുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അതിനുശേഷമാണ് ഇന്നലെ ഈ ഹർദീപ് സിംഗ് നിജാറിന്റെ സഹായിയുടെ വീടിന് നേർക്ക് അജ്ഞാതരുടെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം ഉണ്ടായി എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഈ ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കാനഡയിലെ ഖാലിസ്ഥാൻ പ്രസ്ഥാനങ്ങളും രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നിലും ഇന്ത്യയാണ് എന്ന ഒരു ഗുരുതര ആരോപണം അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിത് അതിന് തൊട്ട് പിന്നാലെ ഈ ആരോപണ പ്രത്യാരോപണ പരമ്പരകളുടെ ഏറ്റവും ഒടുവിലത്തേതായി പുറത്തു വരുന്നത് ഇന്ത്യ തങ്ങളുടെ തെരഞ്ഞെടുപ്പുകളിൽ കൈ കടത്തുന്നു എന്ന കാനഡയുടെ ഒരു ഗുരുതര പരാമർശമാണ്. അതിനോടൊപ്പം തന്നെ അവർ അതുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ഇന്ത്യയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് വിദേശ ഭീഷണി എന്നുകൂടിയാണ്. എന്തായാലും നിലവിൽ കാനഡ ഉയർത്തിയിരിക്കുന്ന ഈ പുതിയ ഒരു ആരോപണത്തോട് ഇന്ത്യ ഗവൺമെന്റ് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. കനേഡിയൻ സെക്യൂരിറ്റി ഇന്റലിജൻസ് സർവീസ് നടത്തിയ രഹസ്യാന്വേഷണ റിപ്പോർട്ടിലാണ് അവർ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. കാനഡയുടെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് രഹസ്യമായി. അതുകൊണ്ട് തന്നെയാണ് അവർ ഇന്ത്യയെ ഇത്തരത്തിൽ വിദേശ ഭീഷണി എന്ന് പറഞ്ഞിരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഗ്ലോബൽ ന്യൂസ് ആണ് ഇത് സംബന്ധിച്ചുള്ള ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റഡ് ആയ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ത്യ കാനഡയുടെ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുകയാണ് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഇവരുടെ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും ഇതിനോട് ഇന്ത്യ ഗവൺമെന്റ് പ്രതികരിച്ചിട്ടില്ല. ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതികരണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും രണ്ട് രാജ്യങ്ങളിലും, ഇന്ത്യയിലും കാനഡയിലും പൊതു തെരഞ്ഞെടുപ്പ് ഈ വർഷം തന്നെ നടക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെയും തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാ വിഷയമായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.